ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫിഷ് ഫ്രൈ ആണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം മിക്കവാറും ആൾക്കാർ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അത് ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് അയിലയാണ്. അപ്പോൾ നല്ല വലിയ അയില നോക്കി എടുക്കുക, അല്ലെങ്കിൽ മത്തിയാണ് ഇതിൽ കൂടുതൽ നല്ലത് കേട്ടോ. ഇനി ആദ്യം തന്നെ 5-6 വെളുത്തുള്ളി ചതയ്ക്കാൻ എടുക്കുന്നുണ്ട്. അത് തൊലിയോടുകൂടി തന്നെ ചതച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തി എടുത്താൽ മതി. അതിനുശേഷം ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മീനിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരുപാട് മീനുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഉള്ളി എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്കൊരു ഫ്രൈങ് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ചതച്ച കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് എണ്ണയിലൊന്ന് ചാലിച്ചെടുക്കാം. ചാലിച്ചെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പം ഞാൻ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മീനിനനുസരിച്ച് പുളി എടുക്കാൻ നോക്കുക കേട്ടോ. ഈ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊരു കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മീൻ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡിലുള്ള അരപ്പുകളൊക്കെ മീനിൻ്റെ പുറത്തോട്ടൊക്കെ ആകുന്ന രീതിയിലൊന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരപ്പിനകത്ത് മീനൊന്ന് പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ ആ ഉപ്പും പുളിയും എരിവും എല്ലാം മീനകത്ത് നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. എന്നാലേ കറക്റ്റായിട്ട് ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ട് മീനിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് മീൻ പൊടിയാതെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം മറക്കണ്ട, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു അടിപൊളി ടേസ്റ്റാണ്, ചുമ്മാ പറയുമല്ല. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ഇതേപോലെ ഒരു ഫ്രൈ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്